പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങൾ ഷാഫി എന്ന ഒരച്ചുതണ്ടിൽ കേരളത്തിന്റെ വലതിടങ്ങൾ മുഴുവനും സഞ്ചരിച്ച 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോകുമ്പോ ഷാഫിയുടെ ഹോം ടൗൺ ഷാഫിയായ പാലക്കാട് ജില്ല, പാലക്കാട് മണ്ഡലം ഇടതോരമോ വലതോരമോ നിലവിലെ സാഹചര്യത്തിൽ 10 LDF ആയിരുന്നു 15ാം നിയമസഭയിൽ. 2 മാത്രമാണ് മണ്ണാർക്കാടും പാലക്കാടും മാത്രമാണ് UDF കൈക്കലാക്കി വെച്ചിരുന്നത്. 2026 ശക്തമായ ഷാഫി ക്യാമ്പയിന് കൂടി കഴിയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഏതെങ്കിലും രീതിയിൽ UDF സ്ഥിതി മെച്ചപ്പെടുത്തുമോ? LDF ഏതെങ്കിലും രീതിയിൽ കൈമോശം വരുമോ? ചർച്ചകൾ ശക്തമാവുകയാണ്. അതിപ്രസരമാണ് ചർച്ചകളുടെ പാലക്കാടുമായി കേന്ദ്രീകരിച്ച്. തൃത്താലയിലാണ് ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് പറയുന്നത് എന്നുള്ളതാണ്. വളരെ ബ്രിം ലെവൽ മാർജിനിൽ കഴിഞ്ഞ വർഷം MP രാജേഷ് ജയിച്ചു കയറിയ മണ്ഡലത്തിൽ ഇത്തവണ VT ബൽറാം തിരിച്ചു വരും. തൃത്താലയുടെ ബൽറാം എന്നൊരു ക്യാമ്പയിനൊക്കെ ആയി വലിയ രീതിയിൽ വലത് സൈബറിടങ്ങൾ ക്യാമ്പയിൻ. ഷാഫിയൊക്കെ ക്യാമ്പ് ചെയ്ത് തന്നെ ഒരു ക്രൗഡ് പുള്ളിങ് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തു തന്നെ ആയാലും ഒരൊറ്റ കാര്യമാണ് തൃത്താലയെ ബേസ് ചെയ്ത് പറയാനുള്ളത്. MP രാജേഷ് ബൽറാമിനെ എതിരെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് ഈ നാട്ടിലെ രാഷ്ട്രീയം വികസനം കൂടി ചേർത്ത് ചർച്ച ചെയ്യാൻ എതിർ സ്ഥാനാർത്ഥി പറയുന്നിടത്ത് നമുക്കിരിക്കാം. മുഖ്യമന്ത്രിയെ വലിയ രീതിയിൽ നിങ്ങൾ ചലഞ്ച് ചെയ്തപ്പോ, ചർച്ചയ്ക്ക് വിളിച്ചപ്പോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് എന്റെ മണ്ഡലമല്ലേ, എനിക്ക് എന്റെ നാട്ടുകാരുടെ കാര്യങ്ങളല്ലേ. തൃത്താലയിൽ നമുക്ക് ചർച്ചയ്ക്കിരുന്നാലോ ബൽറാമെ എന്ന് ചോദിക്കുമ്പോ ഒളിച്ചോടിപ്പോയ VT ബൽറാം രാഷ്ട്രീയ പകലിൽ നഗ്നനായി നിൽക്കപ്പെടുകയാണ് തൃത്താലയിൽ ഇപ്പോഴും എന്നുള്ളതാണ്. എന്തിന് MP രാജേഷ് മാറണം? എത്ര ആളുകളാണ് തൃത്താലയെ കേന്ദ്രീകരിച്ച് വോക്സ് പോപ്പുലി ജനശബ്ദങ്ങൾ എടുക്കുമ്പോൾ, സർവേകൾ നടത്തുമ്പോൾ ഒക്കെ പറഞ്ഞത് വൈ ദ സിറ്റിംഗ് MP എന്ന് പറയുന്ന ആള് ചേഞ്ച് ചെയ്യപ്പെടണം എന്നുള്ളത്. അതുകൊണ്ട് 100% എഡ്ജ് നിലവിലെ ബ്രിം ലെവലിൽ നിന്ന് ദൂരം പോകുന്നു, ഒരുപാട് മെച്ചമായ രീതിയിലേക്ക് വരുന്നു MP രാജേഷ് എന്നുള്ളതാണ്. തൃത്താല ഉരുക്കുകോട്ടയായി MP രാജേഷ് എന്ന വികസന നായകന്റെ, ശക്തനായ ഇടത് നായകന്റെ ഇടതോരം ചേർന്ന് തൃത്താല നിൽക്കുകയാണ്. പട്ടാമ്പി ഏതു സമയത്തും പട്ടാമ്പിയിൽ ഒരു ചോദ്യമില്ല. പട്ടാമ്പിയിൽ 100% ഉറപ്പാണ് മുഹസിൻ. വലിയ രീതിയിൽ ഏത് തരത്തിലുള്ള ആബാലവൃദ്ധം ജനങ്ങളുടെയും ശ്രദ്ധയാകർഷിക്കുന്ന മുഹസിൻ വീണ്ടും 16ാം നിയമസഭയിലേക്ക് വരുന്നു. 35,000 മുകളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന 2021 ഷൊർണൂർ എന്ന ഇടതുരുക്കു കോട്ട ഇത്തവണയും ഒരു എതിരില്ലാതെ ഇടതു കോട്ടയായി തന്നെ നിൽക്കുന്നു. ഭരണവിരുദ്ധ വികാരങ്ങളാവട്ടെ എന്തു തന്നെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഇടതോരം ചേർന്ന് തന്നെ ഷൊർണൂർ നിൽക്കുന്നു എന്നുള്ളതാണ്. കോങ്ങാട് ശക്തമായി ശ്രീകണ്ഠൻ MP ഭാര്യയെ കൊണ്ടുവന്ന് ഒരു വലിയ ക്യാമ്പയിനിങ് നടത്തി. ഷാഫി എന്ന ക്യാമ്പയിനർ, ക്രൗഡ് പുള്ളറൊക്കെ വലിയ രീതിയിൽ പ്രവർത്തനം നടത്തിയ കോങ്ങാട് 25,000 മുകളിലായിരുന്നു നിലവിലെ സിറ്റിംഗ് MLAക്ക് അവിടുത്തെ ഭൂരിപക്ഷം. ഒന്നും സംഭവിക്കുന്നില്ല. കോങ്ങാടും മത്സരമില്ലാത്ത പാലക്കാട്ടെ ഒരു മണ്ഡലമായി മാറുന്നു. മലമ്പുഴയും തരൂരും നെന്മാറയും 25,000 മുകളിൽ ഭൂരിപക്ഷത്തിൽ നിലവിൽ സിറ്റിംഗ് MLAമാർ നിലനിൽക്കുന്ന സ്ഥലത്ത് തൽസ്ഥിതി തുടരുക മാത്രമല്ല, ഒരുപക്ഷെ ശക്തമായി 3ാം ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ മണ്ണുകൂടി ആയതുകൊണ്ട് ഈ മണ്ഡലങ്ങളിലൊക്കെ ഭൂരിപക്ഷം പോലും ഭീകരമായി ഉയർന്നേക്കാം എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന മണ്ഡലം ആലത്തൂര്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30,000 മുകളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആലത്തൂരും ചിറ്റൂരും അവിടെയും എല്ലാം ഉരുക്കുകോട്ടകളായി നിൽക്കുന്നു. എന്തുകൊണ്ട് പാലക്കാട് വലിയ രീതിയിലുള്ള അനാലിസിസുകളിലേക്ക് പോകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊന്നും വലിയ രീതിയിലുള്ള ശക്തമായ പ്രവർത്തനങ്ങളില്ല. ലീഗിന്റെ, CPMന്റെ, UDFന്റെ ഒക്കെ കുത്തക മണ്ഡലങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ പാലക്കാട്ടെ തൃത്താലയും പട്ടാമ്പിയും ഷൊർണൂരും ഒറ്റപ്പാലവും കോങ്ങാടും മലമ്പുഴയും തരൂരും നെന്മാറയും ആലത്തൂരും ചിറ്റൂരും പറയേണ്ടി വരുമെന്നുള്ളതാണ്. 10-2 എന്ന് പറയുന്ന സിറ്റിംഗ് അവസ്ഥയിൽ നിന്ന് UDFിലേക്ക് കാണുന്നത് പാലക്കാട് ഒരു സംശയവുമില്ല. പാലക്കാട് UDFന്റെ പിഷാരടിക്ക് തന്നെ എഡ്ജ് കിട്ടുന്നു. അവിടെ മത്സരം നടന്ന ശോഭ വലിയ രീതിയിലുള്ള മാൽ പ്രാക്ടീസുകൾ ആരോപിക്കുന്ന രീതിയിലേക്ക് അവസാന മണിക്കൂറുകൾ കൂടി വന്നത് എഡ്ജ് വലിയ രീതിയിൽ കൂട്ടുകയാണ് രമേശ് പിഷാരടിക്ക്. രമേശ് പിഷാരടി ഒരു ലക്കിയസ്റ്റ് മാൻ കൂടിയാകുന്നു എന്നുള്ളതാണ്. മണ്ണാർക്കാട് UDFന്റെ N ഷംസുദ്ദീനാണ് സിറ്റിംഗ് MLA. തുടരുകയാണ് അവിടെ വീണ്ടും. മണ്ണാർക്കാട് വലതോരം ചേർന്ന് നിൽക്കുന്നു. നിലവിൽ എന്താണോ പാലക്കാടിന്റെ സ്ഥിതി 10-2, ആ 10-2 തന്നെ പാലക്കാട് തുടരും. എത്ര വലിയ ഭരണവിരുദ്ധ വികാരം പറഞ്ഞാലും
എന്തൊക്കെ കെട്ടിച്ചമച്ചാലും പാലക്കാടിന്റെ ഇടതുരുക്കു കോട്ടകൾ അങ്ങനെ തന്നെ തുടരുമെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും പൊതു അവലോകനവും പൊതുമനസ്സും സംസാരിക്കുന്നത്.